നമസ്കാരം. സമയം മലയാളം ഹെൽത്ത് ടോക്സിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാവരും മുട്ട കഴിക്കുന്നവരാണ്. മുട്ടയ്ക്ക് നിരവധി ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ മലയാളികളുടെ ഭക്ഷണക്രമത്തിൽ മുട്ടയ്ക്ക് സ്ഥാനമുണ്ട്. പ്രഭാത ഭക്ഷണമായും ലഞ്ചായും ഡിന്നറായും നമ്മൾ മുട്ട കഴിക്കുന്നവരാണ്. എന്നാൽ മുട്ടയ്ക്കൊപ്പം കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളുണ്ട് എന്ന് എത്ര പേർക്കറിയാം? ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് മുട്ടയോടൊപ്പം കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളെ കുറിച്ചാണ്. ലോകത്ത് ഭക്ഷണ ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതും മറ്റ് വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതുമായ ഒന്നാണ് മുട്ട. അവയുടെ രുചിയും പോഷക ഗുണങ്ങളും കൊണ്ടാണ് മുട്ടയ്ക്ക് ഈ സ്ഥാനം ലഭിച്ചത്. നിലവാരമുള്ള പ്രോട്ടീൻ, വിറ്റാമിൻ ഡി, അവശ്യ അമിനോ ആസിഡുകൾ, ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ എന്നിവയുടെ മികച്ച ഉറവിടമാണ് മുട്ടകൾ. മുട്ടയുടെ സ്ഥിരമായ ഉപയോഗം പേശികളുടെ വളർച്ചയെ പിന്തുണയ്ക്കാനും തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും കണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും ആരോഗ്യകരമായ കൊളസ്ട്രോൾ നിലനിർത്താനും സഹായിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. മുട്ട പുഴുങ്ങിയോ പൊരിച്ചോ ഓംലെറ്റായോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ പാചകം ചെയ്യാവുന്നതാണ്. ഇത് പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, അത്താഴം എന്നിവയ്ക്ക് അനുയോജ്യമാകുന്നു. എന്നാൽ മുട്ടകൾക്ക് ഗുണനിലവാരം കൂടുതലാണെങ്കിലും അവയ്ക്കൊപ്പം കഴിക്കുന്ന മറ്റു ഭക്ഷണങ്ങൾ ചിലപ്പോൾ ഇതിന്റെ പോഷകങ്ങൾ അബ്സോർബ് ചെയ്യുന്നത് തടയാൻ സാധ്യതയുണ്ടാകും. എന്തൊക്കെ ഭക്ഷണങ്ങളാണ് മുട്ടയോടൊപ്പം കഴിക്കാൻ പാടില്ലാത്തത് എന്ന് നോക്കാം. ഒന്നാമത്തത് സോയാ മിൽക്കാണ്. സോയാ മിൽക്ക് സാധാരണ പാലിന് പകരം വെക്കാവുന്ന പോഷക ഗുണമുള്ള ഒന്നാണ്. ഇതിനോടൊപ്പം മുട്ട മാത്രം കഴിക്കുന്നത് ശരീരം പ്രോട്ടീൻ അബ്സോർബ് ചെയ്യുന്നത് തടസ്സപ്പെടുത്തിയേക്കാം. മുട്ടയിലും സോയയിലും ഉയർന്ന അളവിൽ പ്രോട്ടീൻ ഉണ്ട്. ഒരു പരിധിയെ കൂടുതൽ പ്രോട്ടീൻ ഉണ്ടാകുന്നത് നല്ലതല്ല. ഇത് ആഗീകരണത്തിന്റെ കാര്യക്ഷമത കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അതായത് ശരീരത്തിൽ രണ്ടു ഭക്ഷണങ്ങളിലെയും പോഷകങ്ങളിൽ നിന്ന് പൂർണ്ണമായി പ്രയോജനം ലഭിക്കില്ല എന്നർത്ഥം. മുട്ടയും സോയാപാലും പ്രത്യേകം കഴിക്കുന്നതാണ് നല്ലത്. ഒന്നെങ്കിൽ വ്യത്യസ്ത ഭക്ഷണങ്ങളിൽ, അല്ലെങ്കിൽ ഒരു ദിവസത്തിലെ വ്യത്യസ്ത സമയങ്ങളിൽ. അടുത്തത് ചായയാണ്. പലരും മുട്ടയും ചായയും കുടിക്കുന്നത് കാണാം, പ്രത്യേകിച്ച് പ്രഭാത ഭക്ഷണ സമയങ്ങളിൽ. എന്നാൽ ഇതത്ര നല്ലതല്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. കാരണം തേയിലയിലെ പോളിഫൈനോളുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിലെ പ്രോട്ടീൻ വലിച്ചെടുക്കുന്നതിൽ നിന്ന് തടയുന്നു. ജേണൽ ഓഫ് ന്യൂട്രീഷൻ പ്രസിദ്ധീകരിച്ച ഒരു പഠനം അനുസരിച്ച് മുട്ടയോടൊപ്പം ചായ കുടിക്കുന്നത് ശരീരത്തിൽ പ്രോട്ടീൻ അബ്സോർബ് ചെയ്യുന്നത് ഏകദേശം 17% വരെ കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്നാണ്. കൂടാതെ പോഷകങ്ങൾ അബ്സോർബ് ചെയ്യുന്നത് കുറയ്ക്കുന്നതിന് പുറമെ ഗ്യാസ്, വീക്കം, മലബന്ധം അല്ലെങ്കിൽ അസിഡിറ്റി പോലുള്ള ദഹന പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ ചായയും മുട്ടയും പ്രത്യേകം കഴിക്കുന്നതാണ് നല്ലത്. അവയ്ക്കിടയിൽ കുറഞ്ഞത് 30 അല്ലെങ്കിൽ 60 മിനിറ്റ് ഇടവേളകൾ നൽകാം. അടുത്തത് പഞ്ചസാരയാണ്. മുട്ടയോടൊപ്പം ഒഴിവാക്കേണ്ട മറ്റൊരു ഘടകമാണ് പഞ്ചസാര. മുട്ടകൾ പ്രോട്ടീനിന്റെയും അമിനോ ആസിഡുകളുടെയും മികച്ച ഉറവിടമാണെങ്കിലും പഞ്ചസാര മുട്ടകളിലെ അമിനോ ആസിഡുകളുമായി സംയോജിക്കുമ്പോൾ ഒരു രാസപ്രവർത്തനം നടക്കുന്നു. ഈ പ്രവർത്തനം ശരീരത്തിൽ ദോഷകരമായ സംയുക്തങ്ങൾ രൂപപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇത് രക്തം കട്ടിപിടിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ഇടയ്ക്കിടെയുള്ള ഉപയോഗം ഗുരുതരമായ ഫലങ്ങൾ ഉണ്ടാക്കില്ലെങ്കിലും നമ്മുടെ ശരീരത്തിലെ സന്തുലവും സുരക്ഷിതവുമായ ദഹന പ്രക്രിയ നിലനിർത്തുന്നതിന് മധുരമുള്ള ഭക്ഷണങ്ങളോ മധുരമുള്ള പാനീയങ്ങളോ മുട്ടയോടൊപ്പം കഴിക്കുന്നത് ഒഴിവാക്കാൻ ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നുണ്ട്. അടുത്തത് വാഴപ്പഴമാണ്. മുട്ടയും വാഴപ്പഴവും പോഷക സമൃദ്ധമാണെങ്കിലും രണ്ട് ഭക്ഷണങ്ങളും ഒരുമിച്ച് കഴിക്കുന്നത് അത്ര നല്ലതല്ല. കാരണം ഇവ ദഹിക്കാൻ അധിക സമയം എടുക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. കൂടാതെ ഇവ ഒരുമിച്ച് കഴിക്കുന്നത് ശരീരത്തിൽ വീക്കമുണ്ടാക്കും. മുട്ടയും വാഴപ്പഴവും പ്രത്യേക സമയങ്ങളിൽ കഴിക്കുന്നതാണ് നല്ലത്. ഉദാഹരണത്തിന് പ്രഭാത ഭക്ഷണത്തിന് മുട്ടയും പ്രഭാത ഭക്ഷണത്തിന് ശേഷം അല്ലെങ്കിൽ ഭക്ഷണശേഷം ഒരു വാഴപ്പഴവും കഴിക്കാം. അടുത്തത് മാംസമാണ്. മുട്ടയോടൊപ്പം മറ്റ് മാംസങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കണം, പ്രത്യേകിച്ചും വലിയ അളവിൽ കഴിക്കുന്നത്. മുട്ടയും മാംസവും പ്രോട്ടീനിന്റെയും കൊഴുപ്പിന്റെയും മികച്ച ഉറവിടങ്ങളാണ്. ഇത് ദഹനത്തിന് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവ ഒരുമിച്ച് കഴിക്കുന്നത് ദഹന വ്യവസ്ഥയെ അമിതമായി ഭാരപ്പെടുത്തുകയും ഭക്ഷണശേഷം അസ്വസ്ഥത, ക്ഷീണം, മന്ദത എന്നിവയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു. കൂടാതെ ഇത് നിങ്ങളുടെ ഒരു ദിവസത്തിലെ ഊർജ്ജ നിലകളെ ബാധിച്ചേക്കാം. സുഗമമായ ദഹനം പ്രോത്സാഹിപ്പിക്കുന്നതിന് ചുവന്ന മാംസം അല്ലെങ്കിൽ സംസ്കരിച്ച മാംസം പോലെയുള്ള മറ്റ് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളുമായി മുട്ട കഴിക്കുന്നത് ഒഴിവാക്കണം.